ശനിയാഴ്ചയാണ്. എടക്കര ചന്തയാണ്. രാവിലെ ഏകദേശം 6:30 6:45 എത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായി കേട്ടോ. നമ്മളെ കാത്തിരുന്ന ഷിയാസും ബിനിച്ചേട്ടനൊക്കെ ഏകദേശം 6:15 എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയി. വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ചായയൊന്നും കുടിക്കാൻ പറ്റിയില്ല കേട്ടോ. ചായ കുടി കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി ചന്തയിലേക്ക് പോവുകയാണ്. കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട്. അങ്ങനെ ചന്തയിലേക്ക് കയറിയതും ആദ്യം കണ്ടത് നമ്മുടെ സ്വന്തം കാക്കയാണ്. നമ്മുടെ ആ കന്നുകുട്ടികളെ കൊണ്ടുപോകുന്നതും അതേപോലെ നമുക്ക് പുതിയ കന്നുകുട്ടികളെ എടുത്തു തരുന്നതൊക്കെ ഈ കാക്കയാട്ടോ മിക്ക സമയത്തും. അങ്ങനെ ദേ മുന്നോട്ട് പോകുമ്പോൾ പോത്തുകളുടെ ബഹളം തുടങ്ങി ട്ടോ. കുറച്ചങ്ങോട്ട് മാറി ദേ 2 പോത്തുകളെ, അത്യാവശ്യം നല്ല സൈസുള്ള പടുകൂറ്റൻ പോത്തുകൾ. ഏകദേശം 1,30,000 രൂപ ചോദിക്കുന്ന പോത്തുകളാണ്. 1,30,000 ഓരോ പോത്തിനും വില. 2 പോത്തിനല്ല, ഓരോ പോത്തിനും വില. കാക്ക പറഞ്ഞ കണക്ക് വെച്ചിട്ട് ഏകദേശം 3.5 കിൻഡലിനും 4 കിൻഡലിനും അടുത്ത് ഇറച്ചി കാണുമെന്നാണ് കാക്ക പറഞ്ഞത്. അപ്പോൾ സംഭവം ദേ നമ്മൾ കയറിയിട്ടേ ഉള്ളൂ. കയറിയപ്പോൾ തന്നെ കണ്ട കാഴ്ച ഇതാണ്. തൊട്ട് അപ്പുറത്ത് നല്ല അടിപൊളി കുട്ടികൾ കേട്ടോ. നാട്ടിൻപുറത്തുള്ള കുട്ടികളാണ്. നേരത്തെ കണ്ടത് നാട്ടിൻപുറത്തെ കുട്ടികളാവാൻ ചാൻസ് വളരെ കുറവാണ്. അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുണ്ട്. പുറത്ത് വന്ന കുട്ടികളാവും. എന്നാൽ ഇവരുടെ കയ്യിലുള്ള കുട്ടികളൊക്കെ ഏകദേശം നല്ല അടിപൊളി നാടൻ കുട്ടികൾ. അതായത് നമ്മുടെ പോലെ വീട്ടിൽ വളർത്തിയിട്ടുള്ള നല്ല കുട്ടികൾ കേട്ടോ. കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ദേ നല്ല വലിയ കന്നുകൾ കേട്ടോ. അതിൻ്റെയൊക്കെ മേലെ അത്യാവശ്യം നല്ല മുറിയായിട്ടുണ്ട്. മുറിവിലൊക്കെ ചാണകം തേച്ച് വെച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ പുറത്തുനിന്ന് വന്ന കന്നുകളാണ്. വണ്ടിയിൽ നിന്ന് ഇറക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ ദേ ഇവിടെ അടിപൊളി പോത്തുകളാണ് കേട്ടോ. ഒക്കെ നല്ല തൂർന്നിട്ടുള്ള പോത്തുകൾ. അതേപോലെ തന്നെ നല്ല നാടൻ കാളകൾ. അടിപൊളി കാളകൾ ഒരുപാടുണ്ട്. കാളകളാണ് കേട്ടോ കൂടുതൽ. പോത്തുകളേക്കാൾ കൂടുതൽ കാളകളാണ് ഇന്ന് ചന്തയിലുള്ളത്. ഇറച്ചി ആവശ്യത്തിനുള്ള കന്നുകളാണ്. പോത്തിനെ അപേക്ഷിച്ച് കാളയ്ക്ക് കുറച്ച് വില കുറവാണ് തോന്നുന്നു. ഏതായാലും കന്നുകൾ ഒരുപാടുണ്ട്. ഈ ഒരു ഏരിയ നമ്മൾ നോക്കി നിന്ന് പോകുന്ന ഏരിയ ആണ് കേട്ടോ. കാരണം നല്ല അടിപൊളി പോത്തുകൾ, നല്ല തൂർന്ന പോത്തുകൾ കേട്ടോ. ഈ പോത്ത് വളർത്തുന്നവർക്കൊക്കെ നമ്മൾ ആഗ്രഹിക്കില്ല, നമ്മുടെ പോത്ത് ഇങ്ങനെ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പോലുള്ള നല്ല അടിപൊളി ചുറുക്കുള്ള പോത്തുകൾ കേട്ടോ. ഇതേ കണ്ടോ, ഇവിടെയൊക്കെ മൂക്ക് പോലും കുത്തിയിട്ടില്ല കേട്ടോ. ഈ പോത്തുകൾക്കൊന്നും മൂക്ക് കയറില്ല. ഇത് പുറത്തുനിന്ന് വന്നതാണോ അതോ നാട്ടിൻപുറത്തുനിന്ന് വളർന്ന കന്നുകളാണോ എന്ന് അറിയില്ല കേട്ടോ. കാണുമ്പോൾ ഏകദേശം നാട്ടിൻപുറത്തെ ലുക്ക് ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആണ്. നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള ഓരോ പോത്തുകളാണ്. മൂക്കേറ് പോലും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ആർക്കൊരാൾക്ക് പണി കിട്ടുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. നോക്കി നിന്നപ്പോഴേ ഒരു പോത്ത് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി കുട്ടിയാണ്. പക്ഷെ തീറ്റ കുറവായിരിക്കും. കാരണം എന്താ കൈത്തീറ്റയൊക്കെ കൊടുത്തത് കുറവായത് കൊണ്ട് തന്നെ നല്ല ഹൈറ്റുള്ള ഒരു കുട്ടി. അതൊക്കെ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ആനയെ പോലെ വളരുന്ന ഓരോ പോത്താട്ടോ അത്. അപ്പോൾ അത്യാവശ്യം ഓക്കെ, കാലൊക്കെ എന്താ സൈസില്ലേ. അതേപോലെ തന്നെ അടിപൊളി കാളകൾ കേട്ടോ. കാളകൾ ഒരുപാടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള കാളകൾ കൂടുതലാണ് കേട്ടോ. ചെറിയ കുട്ടികൾ, പോത്തുകുട്ടികളേക്കാൾ കൂടുതൽ കാളക്കുട്ടികളുണ്ടെന്ന്. ചെറുതും എന്താ ആവറേജ് വലുപ്പമുള്ളതൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാളക്കുട്ടികളുണ്ട്. അങ്ങനെ താഴേക്ക് വരുമ്പോൾ ദേ പുഴയുടെ തൊട്ടടുത്തുള്ള വണ്ടികളാണ്. പുഴയിൽ കൊണ്ടുപോകുന്നു. നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഇവിടെ കൊണ്ട് കെട്ടുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ചന്തയിലേക്ക് ഓരോ കന്നുകളെയും അവരവരുടെ ഓണർമാർ കൊണ്ടുപോയി കെട്ടുകയാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ പേടിയാവുന്ന ഈ ഒരു കാളെ ശരിക്കും എന്നെ പേടിപ്പിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ചു എന്നെ കുത്തിയെന്ന്. ഏതായാലും അതും പേടിച്ചു, ഞാനും പേടിച്ചു. നമ്മൾ ഈ കാളപൂട്ടിനൊക്കെ കാണുന്ന കന്നുകളില്ലേ, അതേപോലത്തെ കാളകളാണ് കേട്ടോ ഈ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ കുറച്ച് കച്ചറയാണ്. ഒരു കാഴ്ച കാണാനുണ്ട്. അപ്പോൾ കുളിപ്പകളെ കഴിഞ്ഞ് നേരെ തിരിച്ചു കൊണ്ടുപോകുന്ന വഴിയാണ് ആളൊന്ന് അലമ്പ് കാണിച്ചു കേട്ടോ. ഞങ്ങളും ശരിക്കൊന്ന് പേടിച്ചേ. കാരണം ഓടാനുള്ള ചെറിയൊരു പരിപാടിയൊക്കെ അവിടെ എടുത്തിട്ടുണ്ട്. ഏതായാലും അവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു. സംഭവം വളരെ ചെറിയ ഐറ്റമാണ്. പക്ഷെ അതിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ഓരോ ഐറ്റംസ് സംഭവം ചില്ലറക്കാരനല്ല കേട്ടോ, മുതലാണ്. സംഭവം ഓടിക്കാനൊക്കെ പറ്റിയിട്ടുള്ള കാളകളായിരിക്കും കേട്ടോ. എനിക്കതിനെ പറ്റി വലിയ ധാരണയില്ല. എന്നാലും തടി വണ്ണമൊന്നും ഇല്ല. പക്ഷെ അതിൻ്റെ ഒരു 2 പേരെ അവൻ തള്ളിയിട്ടിട്ട് ഓടാനൊക്കെ നോക്കി കേട്ടോ. അത്രയും കിടു സാധനമാണ്. ആ ഒരു മുതലിനെ ഒരുവിധം ദേ അവർ പറഞ്ഞു മാക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. സംഭവം കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട്. ഒന്ന് കുത്താനൊക്കെ നോക്കി കേട്ടോ. നമ്മൾ വീഡിയോയിൽ പെട്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ദേ നമ്മൾ പുഴയിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറി പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള പശുക്കളുണ്ട്. അതേപോലെ തന്നെ ചന്തയിലേക്ക് കയറ്റാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പോത്തുകുട്ടികൾ ഇവിടെയുണ്ട്. പോത്തുകുട്ടികൾ വളരെ കുറവാണ്. ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. നല്ല കുട്ടികൾ വളരെ കുറവാണ്. ഇതേപോലത്തെ പോത്തുകുട്ടി കുറച്ചങ്ങോട്ട് വളർന്ന് വലുതായിട്ടുള്ള കുട്ടികളാണ് കൂടുതലുള്ളത്. ഇതൊക്കെ കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് കയറ്റാനുള്ള ഒരു
കാത്തിരിപ്പിൽ നിൽക്കുകയാണ്. കുഴപ്പമില്ല കേട്ടോ, കുറച്ച് കുട്ടികളൊക്കെ ഇതേപോലത്തെ വലിയ കുട്ടികളുണ്ട്. ഇന്ന് ചന്തയിൽ കണ്ട കുട്ടികളിൽ പിന്നെയും കുറച്ച് നമുക്ക് വളർത്തുകുട്ടികൾ എന്ന് തോന്നിപ്പോകുന്ന കുട്ടികൾ ദാ ഇവരാണ്. ഇവരെ പിന്നെ കണ്ടതില്ല കേട്ടോ, എവിടെയാണ് ഇവർ കൊണ്ട് കെട്ടിയതൊന്നും ശ്രദ്ധിച്ചില്ല. നമ്മളേതായാലും 8:15 8:30 തിരിച്ചു പോകും. അങ്ങനെയല്ല, പെരുന്നാളിന് വില കണക്കൂട്ടുന്നത് 450 അല്ലേ? 450. അപ്പൊ കിട്ടാന്ന് കഴിഞ്ഞാൽ അതിന്റെ വിലയും കൂടൂലേ? കിട്ടിയില്ല വില നല്ല കൂടും. കാരണം അവിടെ വില എടുത്തിട്ട് ഇവിടെ വണ്ടിക്ക് 10 ചെലവ് വരും ഒരു വണ്ടി ഒരെണ്ണത്തിന്. ഇതൊക്കെ പിന്നെ ഇറച്ചിക്ക് പോകുള്ളൂ ഇനി. അങ്ങനെ പുഴയിൽ നിന്ന് നന്നായിട്ട് കഴുകി ഇതേ ചന്തയിലേക്ക് ഓരോ കന്നുകളെയും കൊണ്ടുപോയി കെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഈ കാക്കയുടെ കയ്യിൽ നിന്നാട്ടോ നമ്മൾ നമ്മുടെ പോത്തിനെ വാങ്ങിച്ചത്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു പോത്തുകുട്ടനെ നമ്മൾ മേടിച്ചത് ഇയാളുടെ കയ്യിൽ നിന്നാണ്. ഇയാൾക്കിന്ന് പോത്തുകൾ കുറവാണ്, മറിച്ച് കാളക്കുട്ടികളാണ് കൂടുതൽ കേട്ടോ. അങ്ങനെ ദേ നമ്മൾ കുറച്ചങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്നത് വലിയ പോത്തുകളുടെ ഒരു ഏരിയ കേട്ടോ. വലിയ പോത്ത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോത്തുകളെ പോലെ തന്നെ സൈസുള്ള വലിയ വലിയ പോത്തുകൾ കേട്ടോ. നമ്മൾ ഈ പാലക്കാടുള്ള കോയൽമന്ദം ചന്തയിലൊക്കെ കാണുന്ന അത്ര കന്ന് എടക്കര ചന്തയിൽ ഇല്ല. ഞാൻ ഇതുവരെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. നമ്മൾ പോയത് എടക്കര ചന്തയിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. ടെക്കാൻ വ്ളോഗ് അങ്ങനെ ഒരുപാട് ചാനലുകളിൽ നമ്മൾ പാലക്കാടുള്ള ചന്ത വീഡിയോസൊക്കെ ഒരുപാട് കാണുന്നതാണ്. അതിൻ്റെയൊക്കെ ഒരു ഫാനാട്ടോ ഞാൻ. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ നാട്ടിൽ എടക്കര ചന്തയിലുള്ള വലിയ കന്നുകൾ. അപ്പോൾ ഇവരൊക്കെ ഈ നിൽക്കുന്നതൊക്കെ കേട്ടോ വലിയ കന്നുകളുള്ള പെട്ട പോത്തുകൾ. അപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോസൊക്കെ വരുന്നുണ്ട്. ആ വീഡിയോസിലൊക്കെ നല്ല വലിയ ഇവിടെ കാണാത്ത അതിലേറെ സൈസുള്ള കന്നുകളെ കുറേ കണ്ടു കേട്ടോ വീഡിയോസിൽ. അല്ലേ ഇവര് പാലാങ്കരക്കാര് ഒരു പൊത്തിനെ എടുത്തു കുട്ടികൾ എന്താ പറയുന്നത്, ഓങ്കോളോ? അങ്ങനെ കുറച്ച് സമയം അതേ നോക്കി നിന്നപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് വേറൊരു താരം ഓട്ടത്. ഒരു അടിപൊളി കാളാട്ടോ. ഈ കാളയ്ക്ക് എന്ത് പേര് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നതല്ലാതെ എനിക്ക് ഈ ഒരു മേഖല അത്ര വലിയ പരിചയമൊന്നുമില്ല. സംഭവം വന്നതിൽ കാളകളിൽ കുറേ കാളകളുണ്ട് അവിടെ. എന്നാലും നമുക്ക് മുന്നിലേക്ക് നല്ല രീതിയിൽ നല്ല കയറൊക്കെ കെട്ടി കൊണ്ടുവന്ന പോത്തല്ല മൂരിയിൽ അടിപൊളി മൂരി അല്ലെങ്കിൽ കാള ഇതാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. സൈസിൽ മാത്രമല്ല കേട്ടോ, ഇതേപോലെ ഈ കയറൊക്കെ കെട്ടി കൊണ്ടുവരുമ്പോഴല്ല അതിനെ കാണാനൊരു പ്രത്യേക ഭംഗി. ചിലപ്പോൾ ഇതിലേറെ സൈസുള്ള മൂരികൾ, അതായത് കാളകൾ തൊട്ടപ്പുറത്ത് വരിവരിക്ക് നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ ചേട്ടൻ ചെയ്തിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അതിനെ എന്താ പറയുക, മൂക്കിൽ കയറ്, കഴുത്തിൽ കയറ്, പിന്നെ പൂഞ്ഞിക്കൊക്കെ കയറ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വില ചോദിച്ചതില്ല. അത് എത്ര കിലോ ഉണ്ടാവും എന്നുള്ള കാര്യം ചോദിച്ചില്ല കേട്ടോ. സംഭവം നേരത്തെ കണ്ട ആ കാളക്കുട്ടനെ കണ്ടാൽ നമ്മൾ അറിയാണ്ട് നോക്കി പോകും കേട്ടോ. അപ്പോൾ ദേ കാളക്കച്ചവടവും പോത്ത് കച്ചവടമൊക്കെ അവിടെ നല്ല തകൃതിയിൽ നടക്കുകയാണ്. ഓരോരുത്തർ വരുന്നുണ്ട്, വില പറയുന്നുണ്ട്, വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ചന്തയിൽ വന്ന് കന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കഴിവാണ്. മിക്ക ആളുകളും പെരുന്നാൾ സമയം അടുക്കുമ്പോൾ പോത്തിൻ്റെ ഓണറിൻ്റെ അടുത്ത് പോകുന്നു, അവർ പറയുന്ന വില കൊടുക്കുന്നു, വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ല, നന്നായിട്ട് തർക്കിച്ച് അവർക്ക് എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്ര കുറച്ച് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളും ഒരുപാടുണ്ട്. അവർക്ക് ചന്തയെപ്പറ്റി അറിയാം, അല്ലെങ്കിൽ കന്നിനെ എങ്ങനെ വാങ്ങിക്കണം എന്നറിയാവുന്ന കുറേ പേര് നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനത്തെ കുറേ പേര് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാളക്കുട്ടികൾ ഒരുപാടുണ്ട്, അതേപോലെ നമ്മുടെ നാടൻ പോത്തുകൾ ഇവിടെ ഒരുപാടുണ്ട്. ഷിയാസ് ഒരു പോത്തുകുട്ടിയെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് പോവാട്ടോ നമ്മളങ്ങോട്ട്. അപ്പോൾ എരുമകൾക്കിടയിലാണ്. പോത്തുകുട്ടികൾ വളരെ കുറവാട്ടോ, കുട്ടികളില്ലെന്ന് തന്നെ പറയാം. നേരത്തെ കണ്ട
വളരെ ചുരുക്കം കുറച്ച് കുട്ടികൾ മാത്രമാണ് ഇവിടെ ചന്തയിലുള്ളത്. ബാക്കിയെല്ലാം ഇറച്ചിക്കന്നുകളാണ്. ഇവിടെയും പിന്നെ ഏകദേശമൊക്കെ കുട്ടികളിൽ നിന്ന് വിട്ടിട്ടുള്ള ആ വലിയ ഇടത്തരം കുട്ടികളാണ്. അപ്പോൾ ആ സമയത്താട്ടോ തൊട്ടപ്പുറത്ത് കാളകൾക്ക് വൈറ്റ്നർ വെച്ചിട്ട് ഓരോ നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ കാളയായിരിക്കാം, എല്ലാവർക്കും ഇല്ല. ഇടയിൽ ഓരോന്നിന് 4 എന്നുള്ള നമ്പറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വൈറ്റ്നർ വെച്ചിട്ടാണ്. അപ്പോൾ വൈറ്റ്നർ കുലുക്കി നല്ല രീതിയിൽ എഴുതുന്നുണ്ട് കേട്ടോ. മാറി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. നമ്മൾ പോത്തിൻ്റെ പുറത്തൊക്കെ കാണാൻ നമ്പർ എഴുതുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ സമയത്ത് ഞാൻ വിചാരിച്ചു എന്താണ് ഈ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെയാണ് അത് തിരിച്ചറിയാനുള്ള മാർഗ്ഗമാണ്. ഒരുപാട് കന്നുകൾ കൊണ്ടുവരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പണിയാണെന്ന് മനസ്സിലായത്. അങ്ങനെ ബിനിച്ചേട്ടനൊരു പശുക്കുട്ടിയെ കാണിച്ചു തന്നു കേട്ടോ. പശുക്കുട്ടിയല്ല, അത്യാവശ്യം വലിയൊരു പശു കേട്ടോ. എന്നോട് പറഞ്ഞു ചെറിയ പശുക്കുട്ടിയെ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് വലിയൊരു പശുവിനെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് അതിനെ കുത്തിവെച്ച് ചെനയൊക്കെ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ. സംഭവം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് അത്ര വലിയ കുട്ടീനെ എടുക്കാനുള്ള പ്ലാനൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു പശുക്കുട്ടിയെ കൂടെ എടുക്കാനുള്ള ചെറിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ഇറച്ചിക്കന്നുകളാണ് കേട്ടോ, എരുമക്കന്നുകൾ. നോക്കി നിൽക്കെ ദേ ഇവിടെ ഒരു എരുമ കച്ചവടം നടക്കാൻ പോവുകയാണ്. ആ വൈറ്റ് ഷർട്ടുള്ള കാക്ക കേട്ടോ എരുമയെ വാങ്ങിക്കാൻ പോകുന്നത്. പെട്ടെന്ന് കച്ചവടം ദേ സംഭവിച്ചു കേട്ടോ. കാക്ക പറഞ്ഞ വിലയ്ക്ക് ഏകദേശം ആ ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. കുട്ടിയല്ല കേട്ടോ, അത്യാവശ്യം പ്രായമുണ്ട്. സൈസ് ഇല്ലാത്തൊരു എരുമയാണ്, കുള്ളത്തിയാണ്. അപ്പോൾ ദേ അതിനെ കാക്ക കൊണ്ടുപോയി ഇനി കെട്ടാൻ പോവുകയാണ്. അപ്പോൾ ആ കാക്കയ്ക്ക് പ്രത്യേക ഒരു ഏരിയ ഉണ്ട് തോന്നുന്നു കേട്ടോ. കാക്ക വാങ്ങിച്ച് കെട്ടുന്ന എരുമകളൊക്കെ ദേ അവിടെയുണ്ട്. അപ്പോൾ ഇനി ആ കന്ന് കാക്കയുടേതാണ്. കാക്ക പറയുന്നതാണ് ഇനി വില കേട്ടോ. അതാണ് കച്ചവടം. നല്ല കുട്ടികൾ നല്ല വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അവരുടെ വിലയ്ക്ക് വിൽക്കുന്നതാണ് ആ ചന്തയിൽ നടക്കുന്നത്. അപ്പോൾ ദേ നേരത്തെ കണ്ട പോലത്തെ കാളകളല്ല, വേറെ ടൈപ്പ് കാളകളെ, അടിപൊളി കാളകൾ കേട്ടോ. നിരന്ന് നിൽക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 10 എണ്ണത്തിൻ്റെ മേലെ നിരന്ന് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കാളകൾ, കാണാൻ നല്ല ഭംഗിയാട്ടോ ഈ കാളകളെ. ഞാൻ എപ്പോഴും പറയുന്നതാണ്. എന്നാലും പോത്തുകളെക്കാളൊക്കെ ഭംഗി എപ്പോഴും കാളകളാണ്. കാരണം അവരുടെ ആ ഒരു മോന്തക്കയറും മൂക്കുകയറൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ദേ നമ്മൾ ഇനി തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. സമയം ഏകദേശം 8 മണിയൊക്കെ ആയിട്ടോ. നമുക്ക് 8:15 ആകുമ്പോൾ തിരിച്ചു പോകണം. അപ്പോൾ നമ്മൾ വന്നത് ചുമ്മാ വന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ബിനിച്ചേട്ടൻ പോത്തിനെ എടുത്തു കേട്ടോ. ചന്തയ്ക്ക് വരിക എന്ന് പറഞ്ഞ് ചുമ്മാ വന്നതാണ്. പുറത്തുനിന്നൊരു നല്ലൊരു കുട്ടിയെ കിട്ടിയപ്പോൾ ബിനിച്ചേട്ടൻ എടുത്തിട്ടുണ്ട്. ഇനി ഷിയാസിനൊരു പോത്തിനെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്, അതിന് എടുത്താൽ കാണാം. ഏതായാലും നമ്മൾ തിരിച്ചു പോകാനുള്ള ആ ഒരുക്കത്തിലാണ്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ വന്ന് കയറുന്ന ആ സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഏകദേശം പോത്ത് കന്നുകൾ നിറഞ്ഞ് വന്ന സമയത്ത് ഇത്രയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കച്ചവടം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ടാവും. ഏതായാലും കന്നുകൾ നമ്മുടെ ചന്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നാടൻ കന്നുകൾ കേട്ടോ. പുറത്തുനിന്ന് വരുന്ന കന്നതിനേക്കാൾ കൂടുതൽ നാടൻ കന്നുകളാണ്. തിരിച്ചു പോകുന്ന സമയത്താട്ടോ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ ഇതേ ഒരു കച്ചവടം ഇവിടെ നടക്കാൻ പോവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പറഞ്ഞ് പിടിയും വലിയൊക്കെ കൂടി ഏതായാലും കച്ചവടം നടക്കും നടക്കില്ല എന്ന രീതിയിൽ കുറേ സമയം അവിടെ എന്ത് ചെയ്തു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടിട്ടോ. ഏതായാലും അവസാനം എന്തായാലും ആ പോത്തിനെ അവർ വാങ്ങിച്ചു കേട്ടോ. ഒന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ കുറേ പേര് ചോദിക്കൂടെ എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ യൂട്യൂബ് ചാനലിനാണെന്ന് പറയുമ്പോൾ അവർക്ക് ചാനൽ എന്താണെന്ന് അറിയണം.
പിന്നെ ചാനലിൻ്റെ പേര് അറിയണം. അങ്ങനെ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു കേട്ടോ. അങ്ങനെ ചാനലിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നേരെ തിരിച്ച് പോരുകയാണ്. ഷിയാസും ബിനിച്ചേട്ടനും ഒരു ബൈക്കിന് വന്നതാണ് കേട്ടോ. അപ്പോൾ ദേ അവർ മുന്നിൽ പോയിട്ടുണ്ട്. നേരെ പോവുകയാണ്. ഇനി 1, 2 ആഴ്ച കൂടെ ചന്ത ഉണ്ടാവും കേട്ടോ. ബിനുചേട്ടനും ഷിയാസും ഒന്നിച്ചാട്ടോ വന്നത്. അവരിതേ തിരിച്ചു പോവുകയാണ്. നമ്മളും ഏകദേശം ഇറങ്ങാനായി. 8:15 സമയം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുവരേക്കും ബായ്.